ഭയങ്കര പ്രതീക്ഷയോടെ നമ്മൾ ഓരോ കേക്ക്സും ആക്കിയിട്ട് കസ്റ്റമറുടെ കൈ കൊടുക്കുമ്പം നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ശ്രദ്ധിക്കണം, കെയറിങ് ഭയങ്കരമായിട്ട് അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ചില സമയത്ത് കെയർലെസ് ആയിട്ട് കസ്റ്റമേഴ്സ് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു കേക്കാണ് ഇത്. മാഷാഅല്ലാ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ. പക്ഷേ അത് അവരുടെ അടുത്ത് തന്നെ വന്ന തെറ്റായതുകൊണ്ടാണ് അവർ അതെനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. കുട്ടിയുടെ ഡ്രസ്സിൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസൈൻ പറയുന്നത് മിക്കി മൗസിൻ്റെ ഡിസൈൻസ് ആണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കളറും കാര്യങ്ങളും ഫ്ലേവറും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കേക്കിൻ്റെ ഡിസൈൻ അയച്ചിട്ട് അതിൻ്റെ വേറെ ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി മൊത്തം ഡിസൈൻസും നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുതന്നു. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതാ 2 kg വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തിട്ട് ഫില്ലിങ്സും കാര്യങ്ങളും കൊടുത്ത് ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ നന്നായിട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആ ഒരു കളർ കോമ്പിനേഷൻ അവർ പിങ്കും ബ്രൗണും ആ ഒരു കളറിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓഫ് വൈറ്റിനേക്കാളും കുറച്ചും കൂടെ ഭംഗി ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിങ്കും റെഡും ആ ഒരു ഷെയ്ഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് രീതിയിൽ റെഡ് കളർ കൊടുത്തിട്ട് ഒരു പിങ്ക് ഷെയ്ഡും പിന്നെ നമ്മൾ ഡെക്കറേഷൻസ് ഫോണ്ടൻ ഡെക്കറേഷൻസ് പിന്നെ ബോൾസും കാര്യങ്ങളൊക്കെയാണ് മെറൂണിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു റെഡ് കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ 7 ഇഞ്ചിൽ താഴെയും മുകളിൽ 5 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്തും നമ്മൾ സ്റ്റാക്കിങ് ചെയ്യുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഓരോ വീഡിയോസിലായിട്ട് നമ്മൾ പല ടിപ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രേപ്പ് ചെയ്യുന്ന സമയത്ത് സ്ക്രേപ്പർ പോലും നമ്മുടെ ഓരോ കാര്യങ്ങൾ പിടുത്തം അനുസരിച്ച് നമുക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് എളുപ്പ വഴിയാകാനും മെനക്കേടാവാനും ഒക്കെ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രേപ്പറും കാര്യങ്ങളൊക്കെ പിടിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഡബിൾസ് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുപ്പിച്ച് 3-4 2 ടയർ കേക്കിൻ്റെ ഓർഡർ ആയതുകൊണ്ട് തന്നെ ഡബിൾസ് കഴിഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളടുത്ത് ഓൾറെഡി ഇത് സ്റ്റോക്ക് ഉണ്ടാവും ടോൾ കേക്കിനും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി 2-3 വെക്കുന്ന സ്ഥാനത്ത് ഇവിടെ ഞാൻ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ചും കൂടെ സേഫ് ആകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ മാഷാഅല്ലാ അവരുടെ അടുത്ത് നിന്ന് കാറിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത സമയത്ത് സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴാണ് കേക്ക് ഫ്രണ്ടിലോട്ടേക്ക് ചെരിഞ്ഞിട്ട് നമ്മുടെ ബോക്സിലോട്ടേക്ക് ടച്ച് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്കിന് വേറൊരു പ്രശ്നമില്ല. നമ്മൾ സ്റ്റാക്കിങ്ങിനെല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ കേക്ക് പൊട്ടി വീണിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുൻഭാഗത്തോട്ടേക്ക് ഒന്ന് ടച്ച് ആയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഐസിങ് ചെയ്ത് ഒന്ന് ഫ്രീസറിലോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാക്കിങ്ങിൻ്റെ കുറച്ച് മുമ്പ്. അപ്പോഴേക്കും ഡോറിൻ്റെ സൈഡിൽ ഞാൻ ചോക്കോ ചിപ്പ് വെച്ചിട്ടുണ്ടായിരുന്ന പാക്കറ്റിൽ അതൊന്ന് ടച്ച് ആയിപ്പോയിട്ട് ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്കത് സ്റ്റിക്കറും സാധനം വെക്കേണ്ടതുകൊണ്ട് തന്നെ അത് പിന്നെ ഞാൻ സ്ക്രീപ്പ് ചെയ്യാനോ സെറ്റാക്കാനോ ഒന്നും പോയിട്ടില്ല. നമ്മുടെ അവിടെ ഫോട്ടോ പ്രിൻറ്റും കാര്യങ്ങൾ വെക്കാനുണ്ട്. പിന്നെ ഫോണ്ടൻറ്റ് മെറൂൺ ഫോണ്ടൻറ്റ് നമ്മൾ മിക്സ് ചെയ്ത് കോൺഫ്ലവറൊക്കെ ഡസ്റ്റ് ചെയ്ത് നമ്മളിത് ഇനി നമ്മുടെ നോസിൽസിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അത് ചെറുതും വലുതുമായിട്ടുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്ത പീസസും ആ ഒരു കുഞ്ഞു കുഞ്ഞു പീസസും ഒക്കെ നമുക്ക് കേക്കിലേക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫോണ്ടൻറ്റ് നമ്മൾ പല ഷേപ്സിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ക്വയറും അല്ല, റെക്റ്റാങ്കിളും അല്ല, അങ്ങനെ പല മോഡലായിട്ടുള്ള രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ഓരോ സൈഡിലായിട്ട് അതിൻ്റെ ഹോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോണ്ടൻറ്റ് പരത്തി കട്ട് ചെയ്ത് അതിന് ശേഷം അത് മൊത്തത്തിൽ ഹോൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫോണ്ടൻറ്റ് കട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കേക്ക് ഫോണ്ടൻറ്റ് പെട്ടെന്ന് ചെയ്യുന്നതാണെങ്കിൽ CMC പൗഡർ യൂസ് ചെയ്യുന്ന നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈൻസും കാര്യങ്ങളൊക്കെ കോൺഫ്ലവർ മാത്രം വെച്ചിട്ടും തന്നെ ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ മെൽറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ CMC പൗഡർ മസ്റ്റ് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ കോൺഫ്ലവർ നിർബന്ധമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കോൺഫ്ലവർ നിർബന്ധമാണോ എന്ന്. കോൺഫ്ലവർ നിർബന്ധമാണ്. CMC ആണ് ചില ഡിസൈൻസിന് CMC നിർബന്ധമില്ല. നമ്മൾ ടോപ്പേഴ്സും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെഡി അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ CMC ഉണ്ടാകുന്നത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇല്ലാതെയും ചെയ്യാൻ പറ്റും, എങ്കിലും നമ്മൾ കുറച്ചും കൂടെ സേഫ് ആൻഡ് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് CMC യൂസ് ചെയ്യുന്നത്. CMC അല്ലെങ്കിൽ തൈലോസ്. ഞാൻ കൂടുതലും CMC ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഹോളായിട്ടും വലിയ ഹോളായിട്ടും അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത്രയും ക്യൂട്ടായിട്ടുള്ള
കുഞ്ഞു കുഞ്ഞ് ആ ഒരു റൗണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കേക്കിൻ്റെ ചുറ്റിലുമായിട്ട് വെച്ച് കൊടുക്കാനും ഫ്രണ്ടിലും എല്ലായിടത്തും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിത് പൊതുവേ മിക്കി മൗസിൻ്റെ ഡിസൈനിൽ ഇത് യെല്ലോ കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് കേക്ക് വേണ്ടത് കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളറായതുകൊണ്ടാണ് യെല്ലോ നമ്മൾ മാറ്റിയിട്ട് റെഡിലോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്, ഒരു മെറൂൺ ഷെയ്ഡിലോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ കേക്ക് നന്നായിട്ട് സ്റ്റാക്കിങ് ചെയ്ത് സേഫ് ആക്കിയിട്ട് കേക്ക് നല്ല തണുപ്പിച്ച് നല്ല സേഫാണ്. സ്റ്റാക്കിങ് ഉണ്ടെങ്കിൽ സ്റ്റാക്കിങ് ചെയ്യുന്ന സമയത്ത് ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നല്ല സേഫായിട്ട് നമ്മൾ ആ നൈഫ് വലിക്കുന്ന സമയത്ത് പോലും ഒരു കലയോ കാര്യങ്ങളോ ഒന്നും വരാതെ മാഷാഅല്ലാഹ് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. പിന്നെ ഒന്ന് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രസ് ആവാത്തതുണ്ടെങ്കിൽ ഒന്ന് പ്രസ്, എല്ലാ ഭാഗവും ഒരുപോലെ പ്രസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവരോട് പറഞ്ഞതുപോലെ കേക്ക് സ്റ്റാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 2500 സംതിങ് ആണ് ഉള്ളത് കേട്ടോ. നമ്മൾ 2 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തായാലും അത് സ്റ്റാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തായാലും ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ പുതിയ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറക്കാൻ നിൽക്കലില്ല. നമ്മളെ റെഗുലർ കസ്റ്റമറിനാണെങ്കിലും ചില സമയം നമ്മളങ്ങനെ കുറക്കാറില്ല കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറക്കാതെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ കറക്റ്റ് നമ്മൾ ക്യാഷിന് ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും. ഒരു 100-200 മാത്രം കൂടുതൽ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും. അല്ലാതെ എപ്പോഴും നമ്മൾ കറക്റ്റ് ചെയ്യാറില്ല. എപ്പോഴും 500-600 സംതിങ് എക്സ്ട്രാ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക്സിൻ്റെ വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ഫില്ലിങ്സും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളത്. മാഷാഅല്ലാഹ് അതുകൊണ്ട് തന്നെ നല്ല ഫീഡ്ബാക്സ് ആണ് കേട്ടോ. മിക്കി മൗസിൻ്റെ ഫോട്ടോ പ്രിൻറ്റ് ആ ഒരു കേക്കിനെ കവർ ചെയ്ത് കുറച്ച് മേലോട്ട് നിൽക്കുന്ന രീതിയിലാണ് സെൻട്രലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് താഴത്തെ ടയറിൽ. പിന്നെ മേലത്തെ ടയറിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഒന്ന് പുറത്തോട്ടേക്ക് തള്ളിയിട്ട് നല്ല ആ ഒരു കാർട്ടൂൺ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് കുഞ്ഞായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ വലിപ്പത്തിൽ ചെയ്തിട്ട് കുറച്ചും കൂടെ ക്യൂട്ട്നെസ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് ആ ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ബട്ടറിൻ്റെ സ്ലൈസസും കാര്യങ്ങളൊക്കെ അതൊക്കെ സെറ്റ് ചെയ്തു. സൈഡിൽ നമ്മൾ ഫോണ്ടൻ്റ് നേരത്തെ കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ ഫോക്സ് ബോൾ റെഡ് കളർ ആയതുകൊണ്ട് ആ ഒരു മെറൂൺ ഷെയ്ഡ് ആയതുകൊണ്ട് അതും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബട്ടറിൻ്റെത് 2 ടൈപ്പ് സൈസിലായിട്ടാണ്. ആദ്യം 2 kg ഉണ്ട്, പിന്നെ 1.5 ഇഞ്ചിൻ്റെ സൈസിലുണ്ട്. പിന്നെ നമ്മൾ ഓരോ ഫോട്ടോയും ഓരോ കേക്കിനനുസരിച്ച് ഹൈറ്റിൽ വ്യത്യാസം വരും കേട്ടോ. 6 and 7 ആ ഒരു ഇഞ്ചിൽ, ഇതിപ്പോൾ 5 to 6 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, കുറേ കമൻസും കാര്യങ്ങളും വരാറുണ്ട്. ഫോട്ടോ പ്രിൻറ്റിൻ്റെ സൈസ് പറയണം, ഏത് ഷീറ്റാണ്. A4 ഷീറ്റിലാണ് കേട്ടോ എടുക്കാറുള്ളത്. ഫോട്ടോ പ്രിൻറ്റ് ലേസർ പ്രിൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെ ഷോപ്പിലാണ് കിട്ടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമ്മുടെ അക്ഷയയിലോ അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻറ്റ് എടുക്കുന്ന ഫോട്ടോസ് എടുക്കുന്ന ഷോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റുഡിയോ സ്റ്റുഡിയോ ഫോട്ടോസ് എടുക്കുന്ന സ്ഥലത്തു നിന്നും ചില ആൾക്കാർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കേക്ക് ഷോപ്പിൽ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ അവർ ചെയ്തു തരും. അവർ ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ പറഞ്ഞു തരും. അങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ വിസിറ്റിംഗ് കാർഡൊക്കെ ചെയ്യുന്ന ഷോപ്സില്ലേ, അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ ആ ഒരു റൗണ്ട് വലുതും ചെറുതും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വലുതിൻ്റെ കൂടെ ചെറുതും കൂടെ വരുന്ന സമയത്താട്ടോ ഭംഗി കുറച്ചും കൂടെ കൂടുതൽ വരുന്നത്. അപ്പോൾ സൈഡിലും ബാക്ക് മൊത്തം നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാഷാഅല്ലാഹ് നമ്മൾ സേഫ് ആക്കിയിട്ട് സ്റ്റാക്കിങ് ചെയ്തുകൊണ്ട് തന്നെ കേക്കിന് ഡാമേജ് അധികം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വണ്ടി കൊണ്ടുവന്ന സമയത്ത് കോൾ സംസാരിച്ചിട്ട് വണ്ടി വിട്ടതുകൊണ്ട് തന്നെ ഒന്ന് സഡൻ ബ്രേക്ക് ഇട്ട സമയത്ത് കേക്ക് ബോക്സിലേക്ക് ഒന്ന് ടച്ച് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് ഫോട്ടോസും ഇതും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് കാര്യം പറഞ്ഞു. വീട് അടുത്തല്ലാത്തതുകൊണ്ട് എനിക്ക് തിരിച്ച് റിപ്പയറിങ് കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അത്രയും ദൂരമാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് യശ്വിക്കിൻ്റെ. അപ്പോൾ നല്ല ഹാപ്പി ബർത്ത്ഡേ മോനൂസെ. അപ്പോൾ നല്ല ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഫീഡ്ബാക്സ് ഉണ്ടായിരുന്നു. മാഷാഅല്ലാഹ് കാണുന്ന കാഴ്ചയിലായിക്കോട്ടെ കഴിക്കുന്ന ടേസ്റ്റിലായിക്കോട്ടെ നല്ല ഫീഡ്ബാക്സ് ആയിരുന്നു. അപ്പോൾ അവർ വീണ്ടും നമുക്ക് ഓർഡേഴ്സ് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വാങ്ങാൻ വന്ന ആൾക്കാർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ റിലേഷനായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നിന്നാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കൂടുതലും കോളേജ് മേറ്റ്സിൻ്റെ ഫാമിലീസിൽ നിന്ന്, കോളേജ് മേറ്റ്സിൻ്റെ, സ്കൂൾ മേറ്റ്സിൻ്റെ, നമ്മുടെ ഫാമിലീസിൽ നിന്ന് അവരുടെ ഫാമിലി, അവരുടെ ഫ്രണ്ട്സ്, അങ്ങനെ ചെയിൻ ബൈ ചെയിനായിട്ട് അങ്ങ് പോകലാണ് കേട്ടോ. മാഷാഅല്ലാഹ് നമ്മുടെ കേക്കിൻ്റെ ഓരോ അഭിപ്രായങ്ങളും ഓരോ കസ്റ്റമേഴ്സും പറയുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് നമുക്കതിന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. ഒന്നും ചെയ്യാതെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ടിരുന്ന ആൾക്കാർക്ക് നമുക്ക് എന്തൊക്കെയൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷവും സമാധാനവും ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാനും ഇത് സെയിൽ ചെയ്യാനും ക്യാഷ് സമ്പാദിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ബേക്കിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കോൺടാക്ട്